ഞങ്ങൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലെത്തി. ഇത് വാഗ ബീച്ചാണ്. വാഗ ബീച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നോർത്ത് ഗോവയിലാണ് വാഗ ബീച്ച്. ഇവിടുത്തെ കാഴ്ചകൾ വളരെ രസകരമാണ്. എല്ലാവരും വെള്ളത്തിലങ്ങ് കിടക്കുകയാണ് കൂട്ടുകാരെ. ഒന്നും പറയണ്ട, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ എല്ലാവരും വെള്ളത്തിലങ്ങനെ കിടക്കുകയാണ്. വെള്ളത്തിൻ്റെ ഒരവസ്ഥ നോക്കിയാണ് ഇങ്ങ് വരെ കയറി വരുന്നുണ്ട്. എല്ലാവരും കൊച്ചു കുട്ടികൾ വരെ അങ്ങ് കിടക്കുകയാണ് വെള്ളത്തിൽ. അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല തിരയും എല്ലാം ഉണ്ട്. നട്ടുച്ചയാണ്, പൊരി വെയിലാണ് കൂട്ടുകാരെ. സൂപ്പർ. ഇങ്ങനെ നമ്മുടെ കൊല്ലത്തൊന്നും ബീച്ചിൽ ചെന്ന് ഇങ്ങനെ എല്ലാവരും കിടക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടെ വന്നാൽ എല്ലാവരും വെള്ളത്തിലങ്ങ് കിടക്കുകയാണ്. കുഞ്ഞുങ്ങളും കുട്ടികളും എന്ന് വേണ്ട മുതിർന്നവരും എല്ലാവരും അങ്ങ് കിടക്കുകയാണ്. അങ്ങ് ദൂരമായിട്ട് കാണുന്നത് ഒരു നദിയാണ്. ആ നദിയിലും ആൺകുട്ടികളെല്ലാം കിടന്ന് കുളിക്കുകയാണ് കൂട്ടുകാരെ. ഇവിടെ കുളിയാണ് കൂടുതലും പ്രധാനമെന്ന് തോന്നുന്നത്. ആ വെള്ളം എൻ്റെ തൊട്ടരികിലേക്ക് വരുന്നു. നല്ല തിരയുണ്ട്. ഡ്രസ്സൊക്കെ നനയുമായിരിക്കും. തിര അടിച്ചിങ്ങനെ വരുന്നു. പക്ഷേ ഇവിടെ എല്ലാം വെള്ളമാണ്. നോക്കിയാണ് എല്ലാവരും ബീച്ചിലങ്ങ് കിടക്കുകയാണ്. എനിക്ക് കുളിക്കാനൊന്നും വയ്യ. ഞാൻ ഇവിടെ നിന്നെല്ലാം കാണുന്നു കൂട്ടുകാരെ. വണ്ടർഫുൾ സീനറി. സിനിമയിലൊക്കെയാണ് നമ്മൾ ഈ കാഴ്ച കണ്ടിട്ടുള്ളത്. ഗോവയിലെ നോർത്ത് ഗോവയിലെ വാഗ ബീച്ചിലെ സീനുകളാണ്. കൊച്ചു കുട്ടികൾ ഇവിടെ കിടക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ആളുകൾ നടക്കുന്നുണ്ട്. നമ്മൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ അവർ വന്ന് വീഡിയോ എടുത്ത് നമുക്ക് തരും. വേണ്ട തിര വരുന്നത് കണ്ട. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് തിര വരുന്നുണ്ട്. നനയും ഉറപ്പാണ്. കണ്ണീര് പോലെ കിടക്കുന്ന കൂട്ടുകാരെ. വെള്ളം കണ്ണീര് പോലെ കിടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങ് കടലിൽ ഇറങ്ങി നിൽക്കുകയാണ് കൂട്ടുകാരെ. ഇതാ തിരയെത്തുന്നത് കണ്ട. നമുക്ക് തറയെല്ലാം കാണാം. ഓ സൂപ്പർ. എല്ലാവരും എനിക്കിത് വളരെയധികം ഭയങ്കര ഒരു എൻജോയ്മെൻ്റാണ് കൂട്ടുകാരെ. എന്താളുകളെ നോക്കിയാണ്. അങ്ങ് ദൂരെയായിട്ട് ആളുകളെല്ലാം ഇരിക്കുകയാണ് ഈ കൊടക്കീഴിൽ. അത്രയ്ക്ക് വെയിലാണ്. പൊരിവെയിൽ. തിര വന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോൻ തോണ്ട നിൽക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് അങ്ങ് അറ്റത്ത് അങ്ങ് നിൽക്കുന്ന ആ നദിയുടെ അടുത്ത്. ഇവിടെയൊക്കെ കൂടുതലും ഈ മദ്യപാനം ഉണ്ടെന്ന് തോന്നുന്നു. എല്ലായിടത്തും അതിൻ്റെ കടകളാണ് കൂടുതലും കാണുന്നത്. എല്ലാവരും റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറ് അങ്ങനെയാണ്. അങ്ങ് മുകളിലായിട്ടുള്ള ഇവിടെ ഗോവയിൽ വന്നാൽ കാണുന്നത് കൂടുതലും തെങ്ങിൻ തോപ്പുകളുണ്ട്. രണ്ട് സൈഡിലും റോഡിൻ്റെ രണ്ട് സൈഡിലും നല്ല വയലേലകളും എല്ലാം ഉണ്ട്. വെള്ളം വരുന്നത് കണ്ട. നമ്മളെ നാട്ടിലിങ്ങനെ കടലിലോട്ട് ഇറങ്ങി ചെന്ന് നിന്ന് കാണാൻ പറ്റുമോ? എന്നാൽ ഇവിടെയുള്ള ആളുകളെല്ലാവരും കടലിൽ കിടക്കുകയാണ് കൂട്ടുകാരെ. കടലിൽ കിടക്കുകയാണ്. ഓ സൂപ്പർ. ഞാനും മോനെ നിൽക്കുന്നിടത്തോട്ട് ഇതാ തിര അടിച്ച് വരുന്നു. സൂപ്പർ വ്യൂ. ഞാൻ ഒരു തോർത്തും എൻ്റെ കയ്യിലൊരു കുടയും ഉണ്ട്. ഇവർ രണ്ടുപേരും എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുടയുടെ കൂടെ തോർത്തെന്തിനെന്ന്. എൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടി ഞാൻ ഇത് രണ്ടും കെട്ടി നിൽക്കുകയാണ് കൂട്ടുകാരെ. വാഗ ബീച്ചാണ്. ഇനി ഇതുകൊണ്ട് ഒരു വള്ളം വരുന്നുണ്ട്. അങ്ങ് ദൂരെയായിട്ട് റിവറാണ്. അവിടെ ആളുകൾ കിടക്കുന്നു. തെങ്ങിൻ തോപ്പ് കണ്ട. ഗോവയിലെ ഒരു പ്രത്യേകതയാണ്. നല്ല തെങ്ങിൻ തോപ്പുകളും നെൽപ്പാടങ്ങളും ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ നിന്ന് എന്തും സംസാരിക്കാം മലയാളത്തിൽ. കാരണം ബാക്കിയുള്ളവരെല്ലാം ഫോറിനേഴ്സാണ്. ഹിന്ദിയൊക്കെയാണ് പറയുന്നത്. നമ്മൾ പറയുന്ന അവർക്ക് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഓ സൂപ്പർ. ദാ വെള്ളം എൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ഓ കണ്ട. അങ്ങ് ദൂരെയായിട്ടെല്ലാം കാണുന്നത് കണ്ട കൂട്ടുകാരെ. ഇടയ്ക്കിടയ്ക്ക് വിസിലൂതുന്നുണ്ട് സെക്യൂരിറ്റി. കണ്ട. ഒരു ഇതിൻ്റെ മുകളിലിരുന്ന് സെക്യൂരിറ്റി ഇങ്ങനെ വിസിലടിക്കുന്നു. സേഫ്റ്റിക്ക് വേണ്ടിയാണ് കൂട്ടുകാരെ. ഇതാണ് വാഗ ബീച്ച്. വണ്ടർഫുൾ വാഗ ബീച്ച്. സിനിമയിലും എല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്. വാഗ ബീച്ച് എന്നൊക്കെ കണ്ട് ഇതിനകത്ത് കുളിക്കുന്നതും എല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇത് നേരിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ്. അടുത്തതായിട്ട് ആ റിവറിൻ്റെ ഭാഗത്തേക്ക് നടന്ന് കാണുകയാണ് കൂട്ടുകാരെ. ഒരു വള്ളം തുഴഞ്ഞുകൊണ്ട വരുന്നുണ്ട്. ജീസസ് വൈല കന്നി എന്നൊക്കെ പറഞ്ഞ ഒരു ബോട്ടാണ് വരുന്നത്. മീൻ പിടിച്ചുകൊണ്ട് വരികയാണെന്നാണ് തോന്നുന്നത്. ഇവിടെ എല്ലാം നല്ല ഫിഷ്, നല്ല ഫുഡ് കിട്ടും. ഇന്ന് രാവിലെ ഞങ്ങൾ ആ ഗസ്റ്റ് ഹൗസിൽ നിന്നുള്ള ഫുഡാണ് കഴിച്ചത്. ഊത്തപ്പവും ചമ്മന്തി.
അന്നേരം എനിക്ക് വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ ഞാൻ എടുത്തില്ല. ഇനി ഒരു അവസരത്തിൽ എടുക്കാമെന്ന് വിചാരിച്ച്. കടലിലെ വെള്ളം കയറി വരുന്നത് കണ്ടാൽ കൂട്ടുകാരെ, നദിയും ഉണ്ട്, കടലിലെ വെള്ളം ഇങ്ങോട്ട് കയറുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നദിയും ഉണ്ട് സമീപത്ത് തന്നെ. ഇത് രണ്ടും കൂടി ഇങ്ങനെ ചേർന്ന് കിടക്കുകയാണ്. ഇതാണ് വണ്ടർഫുൾ വാഗാ ബീച്ച്. എന്തോരാളുകളെ നോക്കിയാണ്. ഇത് ഇവിടെ രാത്രി സന്ധ്യയ്ക്കാണെന്ന് തോന്നുന്നു ഇവിടെ ഭയങ്കര വിശേഷം. എല്ലാവരും തിക്കി തിരക്കി കൂടുന്നത് ഇപ്പോഴും ഉണ്ട്. ഈ നട്ടുച്ചയായിട്ടും അവിടെ ഇരുന്ന് വിസിലൂതുന്നുണ്ട്. വണ്ടർഫുൾ വ്യൂ.